ബൈ ബൈ ടാറ്റാ. ഈ ഒരു ദിവസമായ ഞാൻ എപ്പോഴും ലീവ് എടുത്ത് വീട്ടിലിരിക്കും കേട്ടോ. എൻ്റെ സ്കൂൾ കാലങ്ങളിൽ ഞാൻ പോയിട്ടേ ഇല്ല. ഇന്ന് സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് ഞാൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ടീച്ചറുടെ ഹസ്ബൻഡ് വണ്ടിയിലാട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഞങ്ങൾക്കും അങ്ങനത്തെ ബാഡ്ജ് ഉണ്ട്. ഇന്ന് സ്കൂളിൽ കുറേ പരിപാടി ഉണ്ട്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ആയിട്ടാണ് ഓരോരുത്തരും ഒരുങ്ങി വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കൊടിയൊക്കെ ഉയർത്തിയിട്ട് ഞങ്ങൾ കുട്ടികളുടെ ഓരോരോ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ മക്കൾ എന്റെ മാനം കളഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സ്കൂളിൽ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കുടിച്ചു. അങ്ങനെ പരിപാടിയൊക്കെ അതിന് ഇറങ്ങി കുറച്ച് വാലുകളെ കിട്ടിയിട്ട് രാവിലെ സ്കൂളിലേക്ക് വന്നപ്പോ തൊട്ട് ഒരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്ക് ഡയറി മിൽക്കും കൊണ്ട് വന്നിരിക്കുന്ന അച്ചടാ. ലവേഴ്സ് പോലും വാങ്ങിച്ചില്ല. പോണ വഴിയാണ് ഞാൻ ഇവരെ കണ്ടുമുട്ടിയത്. എന്താന്നറിയില്ല, പട്ടികൾക്ക് എന്തോ എന്നെ നല്ല ഇഷ്ടമാണ് തോന്നുന്നുണ്ട്. എനിക്കും തിരിച്ചതുപോലെ തന്നെയാണ്. അവരെന്നെക്കാളും ക്യൂട്ടായിരുന്നു കേട്ടോ അവന്റെ പേര്. എനിക്കത് ആലോചിച്ച് നല്ല ചിരി വന്നോണ്ടേ ഇരിക്കണ്ടായിരുന്നു. പിന്നെ അവര് വാങ്ങി തന്ന മിഠായി അവന്റെ കൂടെ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് വാലുകൾ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ, അവരെന്നെ കൊണ്ടാക്കാൻ വേണ്ടി എന്റെ കൂടെ വരികയാണ് ഗൈസ്. പ്രൊട്ടക്ഷൻ. ബൈ ബൈ ടാറ്റാ.